നമസ്കാരം. ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാലാവസ്ഥാ വ്യതിയാനം, പ്രകൃതി ദുരന്തങ്ങൾ, പുതിയ രോഗങ്ങൾ ഇതൊക്കെ എപ്പോഴും കേൾക്കുന്ന കാര്യങ്ങളാണല്ലോ. എന്നാൽ ഇതിനെല്ലാം പിന്നിൽ നമ്മൾ സാധാരണ ചിന്തിക്കാത്തൊരു കാരണം കൂടി ഉണ്ടെങ്കിലോ? നിങ്ങളുടെ ചിന്തകൾക്കും വികാരങ്ങൾക്കും ഈ പ്രപഞ്ചത്തിൽ വലിയ അലയൊലികൾ ഉണ്ടാക്കാൻ കഴിയുമോ? വൈദിക് ഫിസിക്സ് എന്ന യൂട്യൂബ് ചാനലിലെ ആചാര്യ അഗ്നിവ്രതിന്റെ ഒരു വീഡിയോ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കൗതുകകരമായ ആശയമാണിത്. നമുക്ക് ഇതിലേക്കൊന്ന് ആഴത്തിൽ നോക്കിയാലോ? എന്താണിതിൽ ശരിക്കും പറയുന്നത്? തീർച്ചയായും വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു വിഷയമാണ്. ഈ ചർച്ചയുടെ ഒരു കാതൽ എന്ന് പറയുന്നത് മനസ്തത്വം എന്ന ആശയമാണ്. അതായത് പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു തരം സാർവലൗകിക മനസ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ വീഡിയോയുടെ പ്രധാന വാദം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഓരോ ചിന്തയും ഓരോ വികാരവും, അത് നല്ലതായാലും ചീത്തയായാലും, ഈ സാർവലൗകിക മനസ്സിനെ അത് ബാധിക്കും. ഓക്കെ. ഈ സ്വാധീനം അവിടെ നിൽക്കില്ല. അത് ഭൗതിക പ്രപഞ്ചത്തിൽ തന്നെ മാറ്റങ്ങൾ വരുത്താൻ ശേഷിയുള്ളതാണെന്നാണ് ഈ ഉറവിടം പറയുന്നത്. അത് വളരെ ശ്രദ്ധേയമായൊരു പോയിന്റാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മനസ്സിലെ ഈ കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തെ സ്വാധീനിക്കുന്നത്? എന്താണിതിൻ്റെ ഒരു രീതിശാസ്ത്രമായിട്ട് വീഡിയോയിൽ പറയുന്നത്? വീഡിയോ പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഈ ദുഷിച്ച ചിന്തകളും വികാരങ്ങളുമുണ്ടല്ലോ, അതായത് അസത്യം പറയുക, കോപം, അസൂയ, അഹങ്കാരം, ഹിംസയോടുള്ള താൽപ്പര്യം, പിന്നെ ഈ അടക്കാനാവാത്ത കാമം, അത്യാഗ്രഹം, അനാവശ്യമായ ദുഃഖം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇവയെല്ലാം ഒരു തരം മാനസിക മലിനീകരണമാണ് ഉണ്ടാക്കുന്നത്. മാനസിക മലിനീകരണമോ? അതെ. നമ്മൾ കാണുന്ന ഈ ഭൗതിക മാലിന്യമുണ്ടല്ലോ, അതിനേക്കാൾ അപകടകാരിയാണെന്നാണ് ഈ വീഡിയോയിലെ വാദം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു നുണ പറയുമ്പോൾ ഹൃദയമിടിപ്പ് കൂടില്ലേ, വിയർക്കും അല്ലേ? ശരിയാണ്. അതുപോലെ ശരീരത്തിൽ മാറ്റങ്ങൾ വരും. അതേപോലെ ഈ നെഗറ്റീവ് ചിന്തകൾ ആ മനസ്തത്വത്തിൽ ചില പ്രകമ്പനങ്ങൾ, വൈബ്രേഷൻസ് ഉണ്ടാക്കുന്നു. ഈ പ്രകമ്പനങ്ങൾ എന്ന് പറയുമ്പോൾ അതൊരു എനർജി പോലെയാണോ, അതോ എന്താണ്? ഈ ഭൗതിക ലോകത്ത് മാറ്റങ്ങൾ വരുത്താൻ മാത്രം ശക്തി ഇതിനെങ്ങനെ കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്? വീഡിയോ അതിന്റെ ഒരു കൃത്യമായ സയന്റിഫിക് വിശദീകരണത്തിലേക്ക് അത്ര കടക്കുന്നില്ല. പക്ഷേ ഇതൊരു തരം സൂക്ഷ്മമായ സ്വാധീനമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഈ പ്രകമ്പനങ്ങൾക്ക് നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളെയും സ്വാധീനിക്കാൻ കഴിയുമെന്ന്. ഓക്കെ. അതുപോലെ അവ ഈ സാർവലൗകിക മനസ്സിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് പ്രപഞ്ചത്തിന്റെ മറ്റു ഭാഗങ്ങളിലും സ്വാധീനം ചെലുത്തും എന്നാണ് ആശയം. ഇത് ഒരാളിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നതാണ് പ്രധാനം. അപ്പോൾ ഈ സ്വാധീനം അത് എവിടേക്ക് എത്തുമെന്നാണ് വീഡിയോ പറയുന്നത്? അതിന്റെ ഒരു വ്യാപ്തി? ഈ സിദ്ധാന്തമനുസരിച്ച് ഇതിന്റെ വ്യാപ്തി വളരെ വലുതാണ്. സൂര്യനുണ്ടാകുന്ന മാറ്റങ്ങൾ, അതായത് സോളാർ ഫ്ലെയേഴ്സ്, റേഡിയേഷൻ കൂടുന്നത്, പിന്നെ ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിലെ വ്യതിയാനങ്ങൾ, കാലാവസ്ഥാ പ്രശ്നങ്ങൾ. കാലാവസ്ഥയോ? അതെ. ഉദാഹരണത്തിന് മൺസൂൺ തെറ്റുന്നത്, അല്ലെങ്കിൽ ഭയങ്കരമായ വരൾച്ച, വലിയ വെള്ളപ്പൊക്കം, ഇതൊക്കെ. അതുപോലെ ഭൂകമ്പങ്ങൾ, സുനാമികൾ, കാട്ടുതീ പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ, ഇവയെല്ലാം ഈ മാനസിക മലിനീകരണത്തിന്റെ ഫലമായി ഉണ്ടാകാമെന്നാണ് വീഡിയോ പറയുന്നത്. ശരിക്കും? അതെ. മാത്രമല്ല, പുതിയ തരം രോഗങ്ങൾ വരുന്നത്, നിലവിലുള്ള ജീവിവർഗങ്ങൾ ഇല്ലാതാവുന്നത്, പുതിയവ ഉണ്ടാകുന്നത്, ഇതിനൊക്കെ ഇത് കാരണമാകാമെന്നും പറയുന്നുണ്ട്. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും സ്വഭാവത്തിൽ പോലും മാറ്റങ്ങൾ വരാം. സൂര്യനെയും ഭൂകമ്പങ്ങളെയും വരെ സ്വാധീനിക്കുമെന്ന് പറയുമ്പോൾ ഇത് നമ്മൾ സാധാരണ കേൾക്കുന്ന ശാസ്ത്രീയ വിശദീകരണങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണല്ലോ. ഇന്നത്തെ ലോകത്ത് നമ്മൾ കാണുന്ന പ്രശ്നങ്ങളെയും ഈ ആശയവുമായി ഈ വീഡിയോ ബന്ധിപ്പിക്കുന്നുണ്ടോ? ഉണ്ട്. ഈ വീഡിയോ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടനുസരിച്ച് സമൂഹത്തിൽ ഇപ്പോൾ കൂടിവരുന്ന ഭൗതികവാദം, പിന്നെ ഹിംസയോടുള്ള താൽപ്പര്യം, അവിടെ അവർ ഈ പിങ്ക് വിപ്ലവം, അതായത് മാംസോൽപാദനം, നീലവിപ്ലവം, മത്സ്യോൽപാദനം, ഗർഭഛിദ്രം, ഇതൊക്കെ ഹിംസയുടെ ഉദാഹരണങ്ങളായിട്ടാണ് പറയുന്നത്. അതുപോലെ വികസനം എന്ന പേരിൽ നടക്കുന്ന പ്രകൃതി ചൂഷണം, അനിയന്ത്രിതമായ ആഗ്രഹങ്ങൾ, പിന്നെ ഈ മാറുന്ന സാമൂഹിക രീതികൾ, ബന്ധങ്ങളിലെ മൂല്യങ്ങൾ ഇല്ലാതാവുന്നത്, ഇവയെല്ലാമാണ് ഈ നെഗറ്റീവ് ചിന്തകൾ കൂട്ടത്തോടെ ഉണ്ടാകാൻ കാരണമെന്നാണ് വാദം. പരിസ്ഥിതി ശാസ്ത്രജ്ഞർ പോലും ഇതിന്റെയൊക്കെ മൂല കാരണം കാണാതെ ഭൗതികമായ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്നു എന്നും ഒരു വിമർശനം വീഡിയോയിൽ ഉന്നയിക്കുന്നുണ്ട്. നമ്മൾ ഓർക്കണം, ഇവയെല്ലാം ആ വീഡിയോയിൽ അവതരിപ്പിക്കുന്ന വാദങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളുമാണ്. നമ്മളത് റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് മാത്രം. ഇത്രയധികം പ്രശ്നങ്ങൾക്ക് കാരണം ഈ ചിന്തകളാണെങ്കിൽ ഇതിനൊരു പരിഹാരവും ആ വീഡിയോയിൽ പറയുന്നുണ്ടാവുമല്ലോ അല്ലേ? എന്താണ് അതിനെപ്പറ്റി പറയുന്നത്?
തീർച്ചയായും പരിഹാരം വളരെ ലളിതമാണെന്നാണ് വീഡിയോ പറയുന്നത്. നെഗറ്റീവ് ചിന്തകൾക്കും വികാരങ്ങൾക്കും പകരം പോസിറ്റീവായവ വളർത്തിയെടുക്കുക. അതായത് സത്യം, സ്നേഹം, കരുണ, ദയ, സൗഹൃദം, അഹിംസ, അങ്ങനെയുള്ള നല്ല ഗുണങ്ങൾ. ഇവ പ്രപഞ്ചത്തിൽ നല്ല പ്രകമ്പനങ്ങൾ ഉണ്ടാക്കും. അത് മറ്റേ ദോഷകരമായ ഫലങ്ങളെ ഒരു പരിധിവരെ ഇല്ലാതാക്കും. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് ആത്മനിരീക്ഷണം നടത്തേണ്ടതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആത്മനിരീക്ഷണമോ? അതെ. നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ശരിയാണോ, ധാർമ്മികമാണോ എന്നൊക്കെ ഓരോരുത്തരും സ്വയം ഒന്ന് വിലയിരുത്തണം. പ്രത്യേകിച്ച് സമൂഹത്തെ നയിക്കുന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ, അധികാരികൾ, അവരൊക്കെ ഇത് നിർബന്ധമായും ചെയ്യണം. കാരണം അവരുടെ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും മറ്റുള്ളവരെക്കാൾ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും എന്നാണ് വാദം. അപ്പോ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ചിന്തകളും വികാരങ്ങളും വെറും വ്യക്തിപരമായ ഒന്നല്ല, അതിന് പ്രപഞ്ചത്തോളം വലിയ ഒരു ഭൗതിക സ്വാധീനം ചെലുത്താൻ ശേഷിയുണ്ട് എന്നതാണ് ഈ വീഡിയോ മുന്നോട്ട് വെക്കുന്ന പ്രധാന ആശയം. പരിസ്ഥിതിയെക്കുറിച്ചും സാമൂഹ്യ പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ ചിന്തിക്കുന്ന നിങ്ങൾക്കിതൊരു പുതിയ ആംഗിൾ നൽകിയേക്കാം. ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതായത് നമ്മൾ സാധാരണയായി പരിഗണിക്കാത്ത ഒരു തലത്തില് നമ്മുടെയെല്ലാം കൂട്ടായ മാനസികാവസ്ഥ, നമ്മുടെ ചിന്തകളുടെയും വികാരങ്ങളുടെയും ഒക്കെ ആകത്തുക, അത് നമ്മുടെ ജീവിക്കുന്ന ഈ ഭൗതിക യാഥാർത്ഥ്യത്തെ, നമ്മുടെ പരിസ്ഥിതിയെ, ഒരുപക്ഷെ ഈ പ്രപഞ്ചത്തെ തന്നെ രൂപപ്പെടുത്തുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓരോ ചിന്തയ്ക്കും വാക്കിനും പ്രവൃത്തിക്കും നമ്മൾ ഇപ്പോൾ കരുതുന്നതിലും എത്രയോ വലിയൊരു ഉത്തരവാദിത്തമുണ്ടല്ലേ? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് തുടർന്നും ആലോചിച്ചു നോക്കാവുന്നതാണ്.